നമ്മുടെ നവ്യ ഭയങ്കര സന്തോഷത്തിലിരിക്കുവാണേ. ഒരു ഡയമണ്ട് റിംഗ് ആണല്ലോ നമ്മുടെ അഭി കൊണ്ടുപോയി നവ്യക്ക് കൊടുത്തിരിക്കുന്നത്. നിനക്കല്ലേ എപ്പോഴും പരാതി ഞാനൊന്നും മേടിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കല്യാണത്തിന് മുന്നേ തൊട്ട് എത്രോളം പരാതികളുണ്ടോ അതെല്ലാം തീർക്കാനാണ് എൻ്റെ പുറപ്പാട് എന്നിങ്ങനെ പറയുക. അപ്പം നീ പരാതി തീർക്കാനാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും കേട്ടോ. ഇപ്പം നിനക്കറിയാലോ, ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. 2 പ്രാവശ്യം വന്നപ്പോഴും വെറും കൈയോടെയല്ല വന്നിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എടാ നീ വെറും കൈയോടെ ഒരു ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വന്നെന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പണത്തിനോടും ഇതിനോടൊക്കെ ആർത്തി ഉണ്ടായിരുന്ന നവ്യ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെയാണ് എനിക്ക് ആവശ്യമെന്നിങ്ങനെ പറയേ. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ തന്നെയും സ്നേഹിക്കാനും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ നിൻ്റെ ആരോഗ്യം അത് നല്ലോണം നോക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ നവ്യെ, നീ വീട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ് നിൻ്റെ വില ഞാൻ അറിയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ നോക്കുവേ. അപ്പം നമ്മുടെ അഭി ഇങ്ങനെ പറയണേ, ചുമ്മാതല്ല, നീ വെറുതെ നോക്കണ്ട. എപ്പോഴും വഴക്കൊക്കെ കൂടുമായിരുന്നെങ്കിലും ആ സമയത്തൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ വഴക്ക് കൂടാൻ പോലും ആരും ഇല്ലെന്നുള്ള തോന്നൽ നീ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടായി. അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഭി ഇരുന്ന് പറയുന്നുണ്ടേ. ആദ്യമൊക്കെ റൂമിനകത്ത് കയറുമ്പോൾ നീ ഉണ്ടെന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ നീ അവിടെ ഇല്ല. ഒരു ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യക്ക് ഇങ്ങനെ സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അതിനൊക്കെ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നീ തിരിച്ചു വരണം. അപ്പം നമ്മുടെ നവ്യ പറയാ, ഞാൻ മാത്രമല്ല കൂടെ നമ്മുടെ കുഞ്ഞും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇന്ന് സന്തോഷിക്കുവാണേ. എന്നിട്ട് ഇടയ്ക്ക് നവ്യ ചോദിക്കുന്നുണ്ടേ, ഇതൊക്കെ നിനക്ക് നിൻ്റെ മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണോ അതോ വെറുതെ പറയുന്നതാണോ? ഇനി നിനക്ക് അങ്ങനെ വിശ്വസിക്കാം, ഇത് സത്യമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഇനി നൂലുകെട്ട് വരെ ഞാൻ ദിവസവും നിനക്ക് എന്നെ ഇങ്ങനെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദിവസം പോലും ഞാൻ നിന്നെ ഇവിടെ നിർത്തത്തില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയുവാണേ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എനിക്കിപ്പം നിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരാൻ തോന്നുക എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരത്തേക്കും നമ്മുടെ അഭി പറയുക, ഇത്രയും നാൾ നിന്നെ ഞാൻ വിഷമിച്ചതിനൊക്കെ ഞാൻ നിന്നോട് സോറി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് കൈയെടുത്ത് സോറിയൊക്കെ പറയും കേട്ടോ. എന്നിട്ടിങ്ങനെ പറയുവേ, ഈ മോതിരം ഇപ്പം തരണ്ടായിരുന്നു, നാളെ തന്നാൽ മതിയായിരുന്നു വിഷുവായിട്ട്. അപ്പം നമ്മുടെ അഭി പറയും, അതിനെന്താ നാളെ വരുമെന്ന് ചോദിക്കുക. നോക്കട്ടെ, എപ്പോഴും വന്നു കഴിഞ്ഞാൽ അമ്മ വഴക്കും അറിയത്തില്ലേ. അതാ എനിക്ക് മനസ്സിലാവാത്തത്, ഭാര്യയും ഭർത്താവും കാണുന്നതിന് അമ്മയമ്മ എന്തിനാ വിമർശിക്കുന്നത്? അങ്ങനെയൊന്നും നീ പറയണ്ട. ആദർശേട്ടൻ എത്ര പ്രാവശ്യമാണ് ഇവിടെ ഇടത്തേക്കെന്നെ കാണാൻ വരുന്നത്. അപ്പം നമ്മുടെ ആദർശേട്ടൻ്റെ അമ്മ എന്തൊക്കെ ഇരുന്നിട്ടാണ് പറയുന്നത് അത് നിനക്കറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവേ. ഒരു സ്നേഹവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ പറയും, ഇനി മുന്നിലോട്ട് മരുമകളെ സ്നേഹിച്ചെങ്കിലോ? അതൊക്കെ വെറുതെ, ഒരിക്കലും നടക്കാത്ത കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നവ്യ ഇങ്ങനെ ചിരിക്കുവേ. എന്നിട്ട് പറയും, നീ ഏതൊക്കെ അല്ലെങ്കിൽ ഇന്ന കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ജ്യൂസ് കുടിച്ചിട്ടല്ലേ പോയത്, ഇപ്രാവശ്യം വരുമ്പോൾ എന്താണെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി എന്നിങ്ങനെ പറയാം. അന്നേരം നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ മോതിരം കൊണ്ടുവന്ന എൻ്റെ സ്നേഹമാണെന്ന് ചോദിക്കുക. ഒരിക്കലുമല്ല, എൻ്റെ ജീവനായിട്ട് നീ എന്നെ കാണുന്നുണ്ടല്ലോ അതിൻ്റെ സ്നേഹമാണ് എന്നിങ്ങനെ നവ്യ പറയും.